ഹലോ. അപ്പോൾ ഹൃദയത്തിൻ്റെ ഒരു നീണ്ട 10-16 ദിവസത്തെ സ്കെഡ്യൂൾ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്കെഡ്യൂൾ തീർന്ന് ഓടി ഞാൻ എപ്പോഴും വീട്ടിൽ പോകാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ നേരെ വീട്ടിലേക്കല്ല കേട്ടോ പോകുന്നത്. ഇന്ന് വേറൊരു സ്ഥലത്ത്, ട്രിവാൻഡ്രത്ത് തന്നെ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എല്ലാവർക്കും അറിയാമല്ലോ, എനിക്ക് ചെറുതിലേ തൊട്ട് തന്നെ എനിക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പെയിൻറ്റിങ്സ് എന്ന് പറയുമ്പോഴത്തേനും രവിവർമ്മ പിക്ചേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എവിടെ ഏതൊരു വീട്ടിൽ രവിവർമ്മ പിക്ചേഴ്സ് കണ്ടാലും ഞാൻ ഇങ്ങനെ കുറച്ച് നേരമെങ്കിലും അത് നോക്കി നിൽക്കും. അപ്പോൾ എൻ്റെ അടുത്തൊരു ഫോട്ടോഗ്രാഫർ ചോദിച്ചു, മേഘ്ന നമ്മൾക്ക് ഈ രവിവർമ്മ പിക്ചേഴ്സ് മേഘ്നെ വെച്ചൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം എനിക്ക് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങളോടുമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണല്ലോ. അപ്പോൾ അതിൽ നമ്മളുടെ ഫേസ് വരിക എന്ന് പറയുന്നത് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നി. അപ്പോൾ ഇന്ന് അതിനാണ് നമ്മൾ പോകാൻ പോകുന്നത്. പോവാം. ആക്ച്വലി പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല പച്ചപ്പച്ചേന്നുണ്ടായിരുന്നു. കൂടുതലും കൃഷി സംബന്ധമായിട്ടുള്ള സ്ഥലങ്ങളാട്ടോ ഞാൻ കൂടുതലും കണ്ടത്. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലെത്തി മേക്കപ്പ് തുടങ്ങി കേട്ടോ. ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു മേക്കപ്പ് ആയിരുന്നു വേണ്ടത്. ഒരുപാട് ലൈക്ക് മേക്കപ്പ് ഇട്ടതുപോലുള്ളൊരു ഫീൽ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. സോ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? പിന്നെ ഞങ്ങൾ അടുത്തത് ഹെയർ ഒക്കെ ചെയ്ത് തുടങ്ങി കേട്ടോ. കറക്റ്റ് ആ പിക്ചറിലെ പോലെ തന്നെ വേണമല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പം ഒരു ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും അത് പിക്ചറായിട്ട് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ മാക്സിമം അതിൻ്റെ ഈക്വൽ ആയിട്ട് മാച്ച് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. സോ ഹെയർ ആൻഡ് മേക്കപ്പ് ഡൺ. ഇനി ബാക്കിയുള്ളത് ആ പൂക്കളൊക്കെ വെക്കുകയാണേ. ഒരു സൈഡിൽ മുല്ലപ്പൂവും ഒരു സൈഡിൽ റോസും ആട്ടോ ആ പിക്ചറിലുള്ളത്. സോ അതുപോലെ തന്നെ ഞങ്ങൾ മാക്സിമം മാച്ച് ആവാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സാരി ടേപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. അത് വാലൊക്കെ ഇട്ടിട്ടുണ്ട് സാരിക്ക്. സോ ഇങ്ങനെയാണ് ഞങ്ങൾ ഉടുത്തിരിക്കുന്നത്. ആക്ച്വലി എന്നെ ഉടുപ്പിച്ചിരിക്കുന്നത് നമ്മുടെ അനൂപേട്ടൻ്റെ വൈഫും ഗോപി ചേച്ചിയും കൂടി ചേർന്നാട്ടോ എന്നെ ഉടുപ്പിച്ച്. പിന്നെ ബാലൻസ് ഉള്ള ഓർണമെന്റ്സും അൾത്തേക്ക് ഇട്ട് കഴിഞ്ഞു കേട്ടോ. സോ റെഡി ഫോർ ഷൂട്ട്. അയ്യോ, ഒരു കാര്യം മറന്നുപോയി, ബിന്ദി പൊട്ടിടാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതാ പൊട്ടൊക്കെ ഇട്ട് അങ്ങനെ ഫുള്ള് റെഡിയായി കേട്ടോ. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ലുക്ക് ഞാൻ കംപ്ലീറ്റ്ലി റെഡിയായി കേട്ടോ. ഇതാണ് നമ്മുടെ അനൂപേട്ടൻ്റെ വൈഫ് കേട്ടോ. അനൂപേട്ടൻ്റെ വൈഫാണ് കംപ്ലീറ്റ് കോസ്റ്റ്യൂംസ് റെഡി ആക്കിക്കൊണ്ടിരുന്നത്. സ്റ്റിച്ച് ചെയ്തതൊക്കെ ചേച്ചിയാണേ. അനൂപേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അപ്പോൾ ഫോട്ടോ എടുക്കാൻ ഞാൻ റെഡിയാണേ. അപ്പോൾ ഇതാണ് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ. അനൂപേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അനൂപേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ ആസ് യൂഷ്വൽ അനൂപേട്ടൻ്റെ ശ്രീമതി വന്നിട്ടുണ്ട്. അപ്പോൾ കൊടയൊക്കെ എടുത്ത് കൊടുത്ത് ഞങ്ങളെല്ലാം സെറ്റപ്പ് ആക്കി ഫോട്ടോ എടുപ്പും തുടങ്ങി കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് കേട്ടോ. ആ ലെഫ്റ്റിൽ നിൽക്കുന്ന ഞാനും റൈറ്റിൽ നിൽക്കുന്ന രവിവർമ്മ സാറിന്റെ ഒറിജിനൽ നള ദമയന്തി പിക്ചറും. ഇഷ്ടമായോ? അപ്പോൾ അടുത്ത ഗെറ്റപ്പിന് വേണ്ടി ഞാൻ റെഡി ആവുകയാണേ. നമ്മുടെ നേരത്തെ ഉടുത്ത സാരി ഇല്ലേ, അത് തന്നെ ഒന്ന് മാറ്റി ആ പിക്ചറിന് അനുസരിച്ച് ഏകദേശം മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ടേപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർണമെന്റ്സും നമ്മൾ അതനുസരിച്ച് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ലുക്ക് ആയിട്ടില്ല കേട്ടോ. പൂവും കൂടെ ഒന്ന് കെട്ടാനുണ്ട്. ഗോപി ചേച്ചി ഇത് കഷ്ടപ്പെട്ട് പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഗെറ്റപ്പിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ആക്ച്വലി ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആട്ടോ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും ഭംഗിയായിട്ടുണ്ട് ഈ പിക്ചർ. പിന്നെ കയ്യിൽ അളുത്തുള്ളത് ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് ഞാൻ വരുത്തരാമെന്ന് കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ പോകുന്നതല്ലേ. നല്ല അടിപൊളി നാടൻ ഹോം ഫുഡ് ആയിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് അടുത്ത ഗെറ്റപ്പിലേക്ക് കടന്നു. കണ്ണൊക്കെ ഒന്ന് മാറ്റി വരയ്ക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ. പിന്നെ ഐ ഷാഡോ മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ലിപ് ഷെയ്ഡൊക്കെ മാറ്റേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മുടെ ഗോപി ചേച്ചി ഓരോന്നായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ പ്രയത്നം കണ്ട് ബാക്കിൽ കൂടെ പോയ നമ്മുടെ അനൂപേട്ടന്റെ കൊച്ചു മോൻ എനിക്ക് വാങ്ങിച്ചു തന്നാണ് ഈ കോർണട്ടോ. അപ്പനോട് പറഞ്ഞിട്ട് എന്താ വെച്ചോണ്ടിരിക്ക? പാവന്റെ ഐസ്ക്രീം സ്പെഷ്യലി ഫോർ ഷുഗർ പേഷ്യൻസ് അല്ലേ ഉണ്ട്. അടുത്ത നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പിക്ചറാണ്. ഗോപി ചേച്ചി എവിടെ നിന്നൊക്കെയോ കഷ്ടപ്പെട്ട് എടുത്തിട്ട് വന്നതാട്ടോ. ഈ സുന കൊള്ളാല്ലേ. അപ്പോൾ പിന്നെ ഹെയർ വലുതായിട്ടൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ജസ്റ്റ് ഇങ്ങനെ വെച്ച് പിൻ ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ വന്നുള്ളൂ കേട്ടോ.
ലിപ് ഷെയ്ഡും മാറ്റേണ്ടി വന്നു കേട്ടോ. ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ഞാൻ അറ്റത്തൊക്കെ പിന്നെ ഫില്ല് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് നാരങ്ങ. ഇതിൻ്റെ കൂടെ നാരങ്ങ ഒരു പ്രോപ്പർട്ടി ആയിട്ട് വേണമായിരുന്നു. സോ ഞാൻ പ്രത്യേകം തലേ ദിവസം നമ്മൾ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ കോസ്റ്റ്യൂമും ഓർണമെന്റ്സും പിന്നെ മേക്കപ്പ് ഹെയർ ഒക്കെ ഇവർ നോക്കിയോണ്ടാണോ എന്ന് അറിയില്ല, എനിക്ക് ആ പർട്ടിക്കുലർ എക്സ്പ്രഷൻ പിടിക്കാൻ ഓരോ പെയിന്റിങ്ങിനും ഓരോ ഡിഫറെന്റ് എക്സ്പ്രഷൻസ് ആയിരുന്നു. അത് പിടിക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. എന്നാലും ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്, ഫൈനൽ ഔട്ട്പുട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? അങ്ങനെ ഞങ്ങൾ അടുത്ത ഗെറ്റപ്പിന് റെഡിയായേ. ഈ ഗെറ്റപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഹെയർ സ്റ്റൈല് മറ്റേ കേരള നടനത്തിന് യൂസ് ചെയ്യുന്ന ഹെയർ സ്റ്റൈലാണ്. ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ ഫ്രണ്ടിലേക്ക് തൂങ്ങിയിരിക്കുന്ന പോലെയായിരുന്നു. നല്ല മുടിഞ്ഞ വെയിറ്റ് ആയിരുന്നു ഗൈസ്. എന്റെ ഐഡിയ ആയി പോയി. ഇങ്ങനെ കുത്തിക്ക 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 കുത്തട്ട. ഒരു മിനിറ്റ് കുത്തല്ലേ. നല്ല പീസ് ഇങ്ങോട്ട് ഇതൊരുമാതിരി അലവലാതി പോലെ ഇരിക്കുന്നത് അങ്ങോട്ട് കൊണ്ട്. കമ്മൽ നല്ല വെയിറ്റ് ആയതുകൊണ്ട് ലാസ്റ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേനും കമ്മൽ ഇടാൻ ലാസ്റ്റ് മറന്നു പോയിട്ട് എന്നിട്ട് ഗോപിച്ചിച്ച് വന്ന് ഇട്ട് തരാ ചെയ്തേ. ഇതിന്റെ ടങ് ട്വിസ്റ്റർ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടാവും ലാസ്റ്റ് എടുത്ത ഈ കേരള സാരി ഗെറ്റപ്പിന്റെ ഫോട്ടോന്റെ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചില്ലല്ലോ എന്നല്ലേ. അതിന്റെ ഔട്ട്പുട്ട് പണിപ്പുരയിലാണ് ഗൈസ്. അത് തീരുമ്പോഴത്തേനും ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ റീൽസ് ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടും എഡിറ്റിങ്ങും ഒക്കെ എനിക്ക് ചേട്ടൻ ഇങ്ങനെ സിസ്റ്റത്തിലിട്ടൊന്ന് കാണിച്ചു തന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് കൃഷ്ണൻകുട്ടി പണി തുടങ്ങി. ഫോട്ടോ അല്ല, വീഡിയോ. അപ്പോൾ അങ്ങനെ നമ്മുടെ രവിവർമ്മ പിക്ചറിന്റെ ഫോട്ടോഷൂട്ട്, റിക്രിയേഷന്റെ ഫോട്ടോഷൂട്ട് പാക്കപ്പ് ആയിരിക്കാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അനൂപേട്ട? അടിപൊളിയായിരുന്നു. അനൂപേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള പിക്ക് ഏതായിരുന്നു? ഫസ്റ്റ് മറ്റേ ഹംസ ദമയന്തി ആ ഫോട്ടോ ആണല്ലേ. അമ്മയാണ് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞത് ഹംസ ദമയന്തി. എൻ്റെ ഇപ്പൊ മാറ്റി പറയണം. ആ ഓക്കെ ഓക്കെ. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. എന്നാലും ഫേവറേറ്റ് സെറ്റ് ഫുഡ്. ഓക്കെ, ചേച്ചിക്ക്? നല്ല ദമയന്തി. എനിക്കും ആക്ച്വലി എനിക്ക് എല്ലാം ഇഷ്ടമായി. എന്നാലും നമുക്ക് എന്താ പറയാ, ഒരു ഭയങ്കര വോ ആ ഒരു ഫീല് കിട്ടിയത് എന്നെ തന്നെ പിന്നെ ഞാൻ പൊക്കി പറയാൻ പാടില്ലാത്തതുകൊണ്ട് അതെ സൂപ്പർ ആയിരുന്നു. പിന്നെ അനുവിനെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്, നല്ല ഫോട്ടോഗ്രാഫറാണ്. ഇനി ഔട്ട്പുട്ട് അങ്ങാണ് കണ്ടാ മതി. ആക്ച്വലി ഇതുവരെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആട്ടോ, കാരണം ഞാൻ പ്രതീക്ഷേനെക്കാട്ടി ഭംഗിയിൽ കാര്യങ്ങൾ നടന്നു. അപ്പൊ എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, ബൈ. ആക്ച്വലി ഗോപി ചേച്ചി ഇപ്പൊ ടാറ്റ ബൈയൊക്കെ പറയണ്ടേ, എന്നെ കൊണ്ട് ആക്കേണ്ടത് ഗോപി ചേച്ചിയാണ്. അപ്പൊ നമുക്ക് ഇറങ്ങാം. Come on.